സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിന് 15 കോടി വകയിരുത്തുന്നു. സർ, വിഭവ സമാഹരണം. സർ, കോടതി ഫീസ് പരിഷ്കരണമാണ്. കോടതി ഫീസുകൾ പരിഷ്കരിച്ചിട്ട് 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ കാലയളവിലെ പണപ്പെരുപ്പം കണക്കിലെടുത്തുകൊണ്ട് ഫീസുകളിൽ കാലോചിതമായ പരിഷ്കരണം വരുത്തേണ്ടതും അനിവാര്യമാണ്. ഇതിലേക്കായി സർക്കാർ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ശ്രീ VK മോഹൻ അധ്യക്ഷനായി ഒരു കമ്മിറ്റി നിയോഗിക്കുകയുണ്ടായി. ഈ കമ്മിറ്റിയുടെ ഇടക്കാല റിപ്പോർട്ടിലെ ശുപാർശയെ തുടർന്ന് കഴിഞ്ഞ ബജറ്റിൽ 2 പുതിയ മേഖലകളിൽ ഫീസ് ഏർപ്പെടുത്തുകയുണ്ടായി. എങ്കിലും ഒട്ടേറെ മേഖലകളിൽ ഫീസിൻ്റെ പരിധിക്ക് പുറത്തായിരുന്നു. തുടർന്ന് പ്രസ്തുത കമ്മിറ്റി സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ സിറ്റിംഗ് നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ, അഭിഭാഷക ഉമസർ, സംഘടനാ തലത്തിലും അല്ലാതെയും മറ്റ് സ്റ്റേക്ക് ഹോൾഡർമാർ എന്നിവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് കമ്മിറ്റി അതിൻ്റെ അന്തിമ റിപ്പോർട്ട് സർക്കാർ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. കോടതികളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നും അഭിഭാഷക ഗുമസ്ത സേവന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും നിരന്തരമായ ആവശ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ വസ്തുതകൾ കണക്കിലെടുത്ത് പ്രസ്തുത കമ്മിറ്റിയുടെ ശുപാർശയ്ക്കനുസൃതമായി കോടതി ഫീസുകളിൽ ചുവട് പറയുന്ന പ്രകാരം പരിഷ്കാരങ്ങൾ വരുത്തുന്നതിലേക്ക് 1959 കേരള കോടതി ഫീസും വ്യവഹാര സലയും ആക്ടിൽ ഭേദഗതികൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. സാർ, ഇത് 10-20 പേജുണ്ട്. ഞാനത് വായിച്ചായിട്ട് കണക്കാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം കോടതി ആ കമ്മീഷൻ്റെ പ്രപ്പോസൽസാണ് സാർ. അല്ല, പറഞ്ഞല്ലോ, അത് പറയാം. സാർ, ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക വഴി 150 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ്. സാർ, സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി ഘടന ഏകീകരിച്ച് ലഘൂകരിക്കുന്നതാണ്. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കോൺട്രാക്ട് കാരേജുകളിൽ ടൂറിസ്റ്റുകളെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഇതിനായി പുഷ്ബാക്ക് സീറ്റുകളുള്ള കോൺട്രാക്ട് കാരേജുകളുടെ ത്രൈമാസ നികുതി കുറയ്ക്കുകയാണ്. മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പ് ഉപയോഗിച്ച് വരുന്ന വാഹൻ സോഫ്റ്റ്വെയറിൻ്റെ കോൺട്രാക്ട് കാരേജുകളെ അവയുടെ സീറ്റുകളുടെ തരത്തിനനുസരിച്ച് വേർതിരിക്കാത്തതിനാൽ ഇത്തരം വാഹനങ്ങളുടെ നികുതി നിർണ്ണയിക്കുന്നതിലെ സങ്കീർണത ഒഴിവാക്കുന്നതിനായി അവയുടെ നികുതി സീറ്റുകളുടെ എണ്ണത്തിനനുസരിച്ച് താഴെ പറയുന്നത് വിധം പുനഃക്രമീകരിക്കുന്നു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം 6 മുതൽ 12 വരെയാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ നിരക്ക് ഓർഡിനറി നിരക്ക് 250, പുഷ്ബാക്ക് നിരക്ക് 450, സ്ലീപ്പർ സീറ്റ് 900 എന്നിവയാണ്. ഇവ ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ സീറ്റിനും 350 രൂപയാക്കുന്നു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം 13 മുതൽ 20 വരെയാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ നിരക്ക് ഓർഡിനറി സീറ്റ് 450, പുഷ്ബാക്ക് സീറ്റ് 650, സ്ലീപ്പർ സീറ്റ് 1350 എന്നിവയാണ്. ഇവ ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ യാത്രക്കാരനും 600 രൂപയാക്കുന്നു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം 20-ൽ നിന്ന് അധികമാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ നിരക്ക് ഓർഡിനറി സീറ്റ് 650, പുഷ്ബാക്ക് സീറ്റ് 900, സ്ലീപ്പർ സീറ്റ് 1800 എന്നിവയാണ്. ഇവ ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ യാത്രക്കാരനും 900 രൂപയാക്കുന്നു. ഇതുപോലെ തന്നെ സ്ലീപ്പർ ബർത്തുകൾ ഘടിപ്പിച്ച ഹെവി പാസഞ്ചർ വിഭാഗത്തിൽപ്പെട്ട കോൺട്രാക്ട് കാറുകളുടെ ത്രൈമാസ നികുതി ഓരോ ബർത്തിനും നിലവിലുള്ള 1800 രൂപ എന്നത് 1500 രൂപയായി കുറച്ച് നിജപ്പെടുത്തുന്നു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി ഇനത്തിൽ സർക്കാരിന് 292 കോടി രൂപയാണ് വാർഷിക വരുമാനം. ഈ ഏകീകരണത്തിലൂടെ സർക്കാരിന് 15 കോടി രൂപ അധിക വരുമാനം ലഭിക്കും. അന്യ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സ്പെഷ്യൽ പെർമിറ്റ് എടുത്ത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി നിരക്ക് വാഹൻ സോഫ്റ്റ്വെയറിൽ കോൺട്രാക്ട് കാരേജുകളുടെ അവയുടെ സീറ്റ് തരത്തിനനുസരിച്ച് വേർതിരിക്കാത്തതിനാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മോട്ടോർ വാഹന നിയമത്തിലെ സ്പെഷ്യൽ പെർമിറ്റ് സംസ്ഥാനത്ത് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി നിശ്ചയിക്കുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുകളുണ്ട്. അതിനാൽ ഇത്തരം വാഹനങ്ങളുടെ നികുതി നിർണ്ണയിക്കുന്നതിന് സങ്കീർണത ഒഴിവാക്കുന്നതിനായി ഈ വാഹനങ്ങളുടെ നിലവിൽ ത്രൈമാസ നികുതി നിരക്ക് കോൺട്രാക്ട് കാരേജ് വാഹനത്തിലെ ഓർഡിനറി സീറ്റിന് 2200 രൂപയും പുഷ്ബാക്ക് സീറ്റിന് 3000 രൂപയായിരുന്നത് ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് 2500 രൂപയാക്കുന്നു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളിലെ യാത്രക്കാരുടെ എണ്ണം സ്ലീപ്പർ ബർത്തിന് നിലവിലുള്ള ത്രൈമാസ നിരക്ക് അനുസരിച്ച് ഓരോ ബർത്തിനും 4000 രൂപ എന്നുള്ളത് 4000 രൂപ തന്നെ നിലനിർത്തുന്നു. അന്യ സംസ്ഥാനത്തിൽ നിന്നും കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി സർക്കാരിന് 10 കോടി രൂപയാണ് വാർഷിക വരുമാനം. പ്രസ്തുത ഏകീകരണത്തിലോട് 1 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാവും. ഓൺലൈൻ വഴി നികുതി അടയ്ക്കുമ്പോൾ ഈ ഉണ്ടാകുന്ന വെട്ടിപ്പ് തടയാൻ സഹായിക്കുന്നതാണ്. സ്റ്റേജ് കാരേജുകളുടെ നികുതി കുറയ്ക്കുന്നത്. സാർ, പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കേണ്ട ഏതൊരു ജനാധിപത്യ സർക്കാരിൻ്റെയും കടമയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രാ ബസ്സുകൾ നിരത്തിലിറക്കുന്നത് ബസ് ഓപ്പറേറ്റർമാരെ പ്രേരിപ്പിക്കുന്നതിനായി സ്റ്റേജ് കാരേജ് വാഹനങ്ങളുടെ ത്രൈമാസ നികുതിയിൽ 10% ഇളവ് അനുവദിക്കുന്നതാണ്. ഈ ഇളവ് മൂലം പ്രൈവറ്റ് ബസ്സുകൾക്ക് നൽകുന്ന ഈ ഇളവ് മൂലം 9 കോടി രൂപയുടെ കുറവ് വരും. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറയ്ക്കുന്നതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ് സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്ക്രാപ്പിംഗ് പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമാക്കിയിട്ടില്ല. അതിനാൽ പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിൽ 50% വർധനവ് വരുത്തുന്നു. സ്വകാര്യ വാഹനങ്ങളുടെ നികുതി ഇനത്തിൽ സർക്കാരിന് 110 കോടി രൂപയാണ് ലഭിക്കുക. ഇതുവഴി ഒരു വർഷം 55 കോടി രൂപയുടെ നികുതി വരുമാനം ഉണ്ടാവും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കൽ. ഒറ്റത്തവണ നികുതി അടച്ചു വരുന്ന സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 15 വർഷത്തെ നികുതിയായി നിലവിൽ ഈടാക്കി വരുന്നത് 15% നികുതിയാണ്.
വിലയുടെ അടിസ്ഥാനത്തിൽ ഇത് പുനഃക്രമീകരിക്കും. അതായത് 4 ചക്രങ്ങളുള്ള സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി അവയുടെ വിലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താഴെ പറയുന്നവരും പുനർനിശ്ചയിക്കുന്നു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും, ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ബാറ്ററി റെൻറ്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതി ഈടാക്കുന്നതാണ്. ഈ നികുതി വർധനയിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. സ്റ്റേറ്റ് GST സർ, 50,000 രൂപയിൽ താഴെയുള്ള 20,000-ഓളം ചെറുകിട അരിയറകൾ ഒഴിവാക്കിയും ഖജനാവിലേക്ക് മുൻ ആംനസ്റ്റിയേക്കാൾ അധികം തുക ലഭ്യമാക്കിയും ആംനസ്റ്റി 2024 ചെറുകിട വ്യാപാരികൾക്ക് പ്രത്യേകിച്ചും കേരള വ്യാപാരി സമൂഹത്തിന് പൊതുവെയും പുതിയ ഉണർവ് നൽകി. എന്നാൽ ആംനസ്റ്റി 24-ന്റെ ഉയർന്ന സ്ലാബിലുണ്ടായിരുന്ന ഇളവിൻ്റെ നിരക്ക് കൂടുതൽ ആകർഷകമാക്കണമെന്ന ആവശ്യം വ്യാപാര സമൂഹത്തിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. അതിനാൽ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടെ അതേ മാതൃകയിൽ ജനറൽ ആംനസ്റ്റി 2025 എന്ന പുതിയ ആംനസ്റ്റി പദ്ധതി 3 മാസത്തേക്ക് നൽകുന്നു. ഇത്തവണ ഏറ്റവും ഉയർന്ന സ്ലാബിലെ വ്യവഹാരമുള്ള അരിയറുകൾക്ക് അടയ്ക്കേണ്ട തുക 70% എന്നത് 50% ആക്കിയും വ്യവഹാരമില്ലാത്ത അരിയറുകൾക്ക് 80% എന്നുള്ളത് 60% ആക്കിയും മാറ്റിവരുന്നു. സർ, ബാർ ഹോട്ടലുകൾക്ക് 2005, 2006 മുതൽ 2017, 18 വരെയുള്ള കുടിശ്ശികൾ തീർക്കാനായി 2019 ബജറ്റിൽ ആംനസ്റ്റി പ്രഖ്യാപിച്ചിരുന്നു. 2020 ബജറ്റിലും സമാനമായ ആംനസ്റ്റി ഉണ്ടായിരുന്നു. ഇതിന് തുടർച്ചയായി കൊണ്ടുവന്ന 21 ആംനസ്റ്റിയിൽ ചേരുന്നതിന് കോവിഡും അനുബന്ധ കാരണങ്ങളും സാധ്യമായില്ല എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ആയതിനാൽ കോവിഡ് കാലഘട്ടം തുടങ്ങുന്ന 2020-21 വർഷം വരെയുള്ള ബാർ ഹോട്ടലുകളുടെ എല്ലാ കുടിശ്ശികളും തീർപ്പാക്കാനായി മുൻകാലങ്ങളിലുള്ള ആംനസ്റ്റി പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ഇളവുകളുടെ തുടർച്ച എന്നതിൽ പൂർണ്ണമായി നികുതി കുടിശ്ശികയും പലിശയുടെ 50% അടച്ചാൽ ബാക്കി പലിശയും പിഴയും ഒഴിവാക്കുന്നതിലേക്ക് 3 മാസത്തേക്ക് കൂടി സമയം നൽകുന്നു. പ്രകൃതി ദുരന്തങ്ങൾ കാരണം സംസ്ഥാനത്തിന് ആവശ്യമായി വന്ന അധിക വിഭാഗങ്ങൾ നടത്താൻ 2019 GST ബാധകമായ സപ്ലൈകളുടെ മേൽ 1% ഫ്ലഡ് സെസ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ GST കൗൺസിൽ തന്നെ 2019-20 കാലഘട്ടം വരെയുള്ള GST നോട്ടീസുകൾ പിഴയും പലിശയും ഒഴിവാക്കി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2021 ജൂലൈ വരെയുള്ള ഫ്ലഡ് സെസ് ഇനി ആരെങ്കിലും അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് പിഴയും പലിശയുമില്ലാതെ ഫ്ലഡ് സെസ് ആംനസ്റ്റി 2025 പ്രഖ്യാപിക്കുന്നു. സർ, 2022 ഡിസംബർ മുതൽ ഡിസ്റ്റിലറിയുടെ ടേൺ ഓവർ ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ 2022 ജൂൺ മുതൽ 22 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലെ ടേൺ ഓവർ ടാക്സ് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ അതിൻ്റെ കുടിശ്ശിക നിൽക്കുന്നുണ്ട്. ഇവ തീർപ്പാക്കാനായി ഡിസ്റ്റിലറി അറിയർ സെറ്റിൽമെൻറ്റ് സ്കീം 2025 പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതിയിൽ ഇക്കാലയളവിലെ ടേൺ ഓവർ ടാക്സ് കുടിശ്ശിക പൂർണ്ണമായി അടച്ചാൽ പിഴ, പലിശ എന്നിവ ഒഴിവാക്കും. സർ, കേരള പൊതുവിൽപ്പന നികുതി നിയമത്തിന് കീഴിലുള്ള ചരക്കുകളുടെ നികുതി വെട്ടിപ്പ് തടയാനുള്ള സംവിധാനം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി നികുതി വെട്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ചരക്ക് നീക്കം നടത്തിയാൽ അത്തരം ചരക്കുകളും ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും പിടിച്ചെടുക്കാനും കണ്ടുകെട്ടാനുമുള്ള വ്യവസ്ഥ കേരള പൊതുവിൽപ്പന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തും. സർ, GST കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം കൊണ്ടുവന്ന 2025 യൂണിയൻ ഫിനാൻസ് ബിൽ പ്രകാരം 2017 കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭേദഗതികൾക്ക് അനുസൃതമായി 2017 സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതിയിൽ വരുത്തും. രജിസ്ട്രേഷൻ സർ, സഹകരണ ബാങ്കുകൾ ചമയ്ക്കുന്ന ഗഹാനുകളും ഗഹാൻ റിലീസുകളും സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഫയൽ ചെയ്യുന്ന ഫയലിംഗ് ഫീസ് സ്ലാബ് വ്യവസ്ഥയിൽ പരിഷ്കരിക്കുന്നതാണ്. നിലവിൽ ഗഹാനുകൾക്കും ഗഹാൻ റിലീസുകൾക്കും 100 രൂപ ഫീസ് ഈടാക്കിയിരുന്നു. എന്നാൽ നിരക്ക് പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി 2 ലക്ഷം രൂപ വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 100 രൂപയും 2 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം രൂപയുള്ള ഗഹാൻ റിലീസുകൾക്ക് 200 രൂപയും 10 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷം വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 300 രൂപയും 20 ലക്ഷത്തിന് മുകളിൽ 30 ലക്ഷം വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 400 രൂപയും 30 ലക്ഷത്തിന് മുകളിലുള്ള ഗഹാൻ റിലീസുകൾക്ക് 500 രൂപയുമായി ഫീസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഗഹാൻ റിലീസുകൾക്കുള്ള ഫീസ് നിരക്കുകൾ പലിശ തുക ഉൾപ്പെടാതെ പ്രിൻസിപ്പൽ തുകയ്ക്ക് മാത്രമായി കണക്കാക്കുന്നതാണ്. ഗഹാനുകളുടെ ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഏകദേശം 15 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു.